ഹലോ, ഇന്ന് നമുക്ക് കുളത്തിൽ വളർത്തുന്ന മീൻ വെച്ചിട്ട് ഒരു മീൻ കറി ഉണ്ടാക്കാം. നമ്മുടെ കായലിലെ മീനും ഒക്കെ വെച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കാമല്ലോ. ഈ കുളത്തിലെയും കായലിലെ മീനൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കുമ്പം ഒരു പ്രത്യേക സ്റ്റൈലുമാണ് കഴുകി വൃത്തിയാക്കേണ്ടത്. അല്ലെങ്കിൽ ഈ കുളത്തിലെയും കായലിലെ ഒരു മരിച്ചെല്ലിയുടെ ഒരു രുചി വരും അതിനകത്തിൽ. അപ്പോൾ അത് നമുക്ക് തന്നെ ഞാൻ അല്പം ഉപ്പിട്ടിട്ടുണ്ട്. അതിനകത്തിൽ ഒരു സ്പൂൺ ഉപ്പിട്ടിട്ട് ഒരു കഷണം നാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. നല്ല മരുന്ന് പുരട്ടിയിട്ട് നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചേക്കാം കേട്ടോ. എന്നിട്ട് നല്ലമാതിരി ഒരു 3-4 തവണ നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. വേണ്ടേ, ഞാനിത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റുവാണേ. അപ്പോൾ അതിനകത്തിൽ ഏറ്റവും അടിവശത്ത് കണ്ടായിരുന്നു നല്ല അതിൻ്റെ അഴുക്കൊക്കെ ഇളവി കിടക്കുന്നുണ്ട്. മീനിലെ അഴുക്കും എല്ലാം ഇങ്ങനെ ഇളവി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 തവണ വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇത് കണ്ടോ, ഇത് നല്ല കഴുകിയെടുത്തപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കുന്നത്. അടുത്തതായി ഒരു ചീനിച്ചട്ടിയിൽ 1 ടീസ്പൂൺ കൊച്ചുള്ളിയോ സവാളയോ കൊത്തി അരിഞ്ഞോ ചേർക്കാം. 2 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. 1 ടീസ്പൂൺ മല്ലി ചേർത്തു. ഒരു 1/4 കപ്പ് തേങ്ങ തിരുമ്മിയതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി കരിയാപ്പില ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലതുമാതിരി തീയലിനൊക്കെ വറുക്കുന്നവർക്ക് വറുക്കണ്ട, അല്പം നിറമൊന്ന് മാറിക്കിട്ടണം. ആ സമയത്തിന് നമുക്ക് അല്പം പുളിയൊന്ന് വെള്ളത്തിലെടുത്തിടാം കുതിരാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് ചേർക്കാം. പുളി എത്ര വേണോ അത്രയും. ഇപ്പം തേങ്ങ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും റോസ്റ്റ് ചെയ്താൽ മതിയിട്ട്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സിയിലേക്ക് നമുക്കിട്ട് അരച്ചെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് കുതിരാൻ വെച്ച പുളിയുടെ വെള്ളവും കൂടി പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇത് അരച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇതുമാതിരി നല്ല ഒരു പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അടുത്തായിട്ട് ഞാൻ തേങ്ങ വറുത്ത ചീനിച്ചട്ടി തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ആ മസാല പൊടി ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കറി ഒന്ന് ലൂസാക്കുക കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആവശ്യത്തിന് കറി ലൂസാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് കഴുകി വെച്ചിരിക്കുന്ന മീനിലേക്ക് ചേർക്കാം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. ഷെയറും ചെയ്യണം, ലൈക്കൊക്കെ ചെയ്യണം. ഓക്കെ, ഇനി 2 പച്ചമുളക് നമുക്ക് കട്ട് ചെയ്തിടാം. കറിവേപ്പിലയും കൂടി ചേർത്തോളൂ. ഇനി നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ളതാണ്. നാളികേരം അല്പം ഒന്ന് മൂപ്പിച്ച് ചേർക്കുമ്പോൾ ഈ കുളത്തിൽ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.